വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ബലയെന്നും അതിബലയെന്നും രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. എന്തിനാണത്രേ? വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാനാണ്. നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ രണ്ട് മന്ത്രങ്ങൾ ഉണ്ടെച്ചാൽ എത്ര നന്നായിരുന്നു. ലോകത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇത് മതിയായിരുന്നു. അങ്ങനെയുള്ള കഥകളും ഏറ്റിക്കൊണ്ട് നിങ്ങൾ പോകരുത്. ബലയെന്നും അതിബലയെന്നും പറഞ്ഞാൽ നമ്മുടെ ഉപനിഷത്ത് ആചാര്യന്മാര് പറയും, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ അറിഞ്ഞിരിക്കണം. എന്താണ്? എന്തൊക്കെയാണ് രണ്ട് വിദ്യകൾ? പരാച്ച അപരാച്ച എന്ന് വച്ചാൽ പരമമായ വിദ്യയും അപരമായ വിദ്യയും. ഭൗതിക കാര്യങ്ങളെയും അറിയണം, ആധ്യാത്മിക കാര്യങ്ങളെയും അറിയണം. ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, മരിക്കുന്നതുവരെ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നും അറിയണം, എന്തിന് ജീവിക്കുന്നു എന്നും അറിയണം. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞാലേ ബാലൻസ്ഡ് ലൈഫാവുള്ളൂ. ഞാനും നിങ്ങളും കുട്ടിക്കാലം മുതലേ അറിയുന്നത് എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണ്. പണം വേണം. അപ്പൊ അറിയുന്നതൊക്കെ പണം ഉണ്ടാക്കാനാണ്. ഒരാൾ ഡോക്ടറാവുന്നത് മറ്റൊരാളെ നേരെയാക്കാനാണോ? ഇന്ന് ലോകത്തിൽ അതാ കാണുന്നത്. എത്രയോ മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുന്ന ഡോക്ടർമാരും രോഗികളിൽ നിന്ന് അമിതമായി ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. വേണ്ടാത്ത മരുന്ന് കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവരുടെ അവയവങ്ങൾ എടുക്കുന്ന ആളുകളും ഉണ്ടല്ലോ. ഉണ്ടോ? പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ പ്രൊഫഷൻ ചെയ്യുന്നത് ഒരാളെ രക്ഷിക്കാനല്ലല്ലോ, ചൂഷണം ചെയ്ത്. നല്ലവരുമുണ്ട് ലോകത്തിൽ, നിങ്ങളെപ്പോഴും മോശം കാണരുത്. നമ്മൾ നല്ലവരുമുണ്ട്. പക്ഷേ ആ പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ ആയാലും ചെയ്യുന്നതിന്റെ ഉദ്ദേശ്യം മറ്റൊരാളെ സഹായിക്കുക എന്നതിലുപരി തന്റെ ജീവിതം നടത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതിയുള്ളത്. സുഖമായി ജീവിക്കാൻ സമ്പത്ത് വേണം. അതുകൊണ്ട് തന്റെ കഴിവും അറിവും ഒക്കെ ഉപയോഗിക്കുന്നത് സമ്പത്ത് ആർജിക്കാനാണ്. നമ്മുടെ പൂർവികന്മാര് പറയണു, സമ്പത്ത് വേണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അവിടം കൊണ്ട് നിർത്തരുത് വിദ്യ. ഇനി ഈ സമ്പത്തൊക്കെ ആർജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആരാണ് ആർജിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് നേടുന്നത് എന്ന് നമ്മൾ ഒരു അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്റെ അറിവും കഴിവും ഉപയോഗിച്ച് ഞാൻ ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ച് സമ്പത്തും സുഖങ്ങളും ഒക്കെ നേടുമ്പോൾ യഥാർത്ഥമായൊരു സുഖമല്ല എനിക്ക് കിട്ടുന്നത്. എന്നെ അതെല്ലാം സുഖത്തേക്കാളുപരി ദുഃഖത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യം, വിവേകമുള്ളവർ ചോദിക്കേണ്ട ചോദ്യം, ദുഃഖമില്ലാത്തൊരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണോ എന്നുള്ളതാണ്. ഈസ് ഇറ്റ് എവർ പോസിബിൾ? ക്യാൻ വി ലീവ് വിത്തൗട്ട് എനി മിസറീസ്? സാധിക്കുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസം മനസ്സിലാക്കി തന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ എന്ത് വേണ്ടത്? തസ്മാൽ ഗുരും പ്രപദ്യേത ജിജ്ഞാസോ ശ്രേയ ഉത്തമം. എങ്ങോട്ട് പോകണം? സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം. അപ്പൊ അവര് പറഞ്ഞു തരും, ദുഃഖമില്ലാത്തൊരു ജീവിതമുണ്ട്. അതെങ്ങനെ കിട്ടും ആ ദുഃഖമില്ലാത്ത ജീവിതം? സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുന സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവേരന തേതരാമൃതം. ഗോപികാഗീതത്തിൽ ഗോപികമാര് പറയുന്നു, സുരതവർദ്ധനം ശോകനാശനം. എല്ലാ ശോകങ്ങളെയും നശിപ്പിക്കുന്ന, എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്ന സുഖത്തിന്റെ ഒരു ജീവിതമുണ്ട് എന്നാണ്. ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉണ്ടൊരു ജീവിതം. അതിനെന്ത് വേണം? മനസ്സിനെ, ആ മനസ്സിനും പിന്നിലിരിക്കുന്ന ഈശ്വരശക്തിയിലേക്ക്, ചൈതന്യശക്തിയിലേക്ക് ഉയർത്തണം, ലയിപ്പിക്കണം. ആ വിദ്യയുടെ പേരാണ് അതിബല എന്ന് പറയുന്നത്.
ഇപ്പൊ ബലാച്ച അതിബല, ബലയെന്നും അതിബലയെന്നും രണ്ടറിവുകള്, ഭൗതികമായ അറിവും ആധ്യാത്മികമായ അറിവും സമന്വയിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മനസ്സ് ബാലൻസ്ഡ് ആവുന്നത്. നിങ്ങൾക്ക് ഗീത നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. അർജുനന് ബലയുണ്ടായിരുന്നു, അതിബലയുണ്ടായിരുന്നില്ല. ഗാണ്ഡീവം എന്ന മഹാധനുസ്സിനെ ഉപയോഗിക്കാനും ബ്രഹ്മാസ്ത്രം തുടങ്ങിയ അതിവിശിഷ്ടങ്ങളായ അസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവും കഴിവും സാമർഥ്യവും ആർക്കുണ്ടായിരുന്നു? അർജുനനുണ്ടായിരുന്നു. പക്ഷെ അതേ അർജുനൻ ഈ അറിവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും മഹാഭാരത യുദ്ധത്തിന്റെ നടുവിൽ വെച്ച് തളർന്ന അവശനായിക്കൊണ്ട് പറഞ്ഞു, കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോസ്യാമി പൂജാർഹാവരിസൂദന. എങ്ങനെയാണ് ഞാൻ എന്റെ ഗുരുവിനെയും പിതാമഹനെയും കൊല്ലുക എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗാണ്ഡീവവും മറ്റും താഴെ വയ്ക്കുമ്പോഴാണ് ഭഗവാൻ അർജുനന് ഗീതോപദേശമാകുന്ന അതിബലയാകുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്, അർജുന, നീ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. ജീവിതത്തിന്റെ പരമതത്വങ്ങൾ അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അർജുന, ഭൗതികവും കാണണം, ആത്മീയവും കാണണം. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്ന് നമ്മുടെ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം ആളുകൾ ഭൗതികമായി എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ ആത്മീയമായി വേണ്ടത്ര മനസ്സിലാക്കാത്തതുകൊണ്ട് മനസ്സിനെ വേണ്ട വിധത്തിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പ്രയാസം തന്നെയാണ്. പക്ഷെ വേൾഡ് എക്കണോമി തകരുമ്പം സോഫ്റ്റ്വെയർ എക്കണോമിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് തളരണോ തകരണ്ടേ നിശ്ചയിക്കുന്ന അവനവനാണ്. തന്റെ മനസ്സിനെ തളരാൻ ഈ ലോകത്തിലെ എക്കണോമി കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ അടിമകളല്ലേ ലോകത്തിന്റെ? അവിടെയാണ് നമുക്ക് വിവേകം വേണ്ടത്. ലോകം തളർന്നാലും ലോകം താഴ്ന്നാലും നമ്മൾ തളരരുത്, പതറരുത്. ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു, യാ നാസ്തായ നരോ രാജന്ന പ്രമാദ്യേതകർഹിതിൽ ദാവൻ നിമീല്യവാ നേത്രേന്ന പതേന്ന സ്കലേതെന്ന്. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ പാദത്തിൽ ദൃഢമായി കഴിഞ്ഞാൽ ആസ്തായ, നിങ്ങൾ കണ്ണുകെട്ടി ഓടിക്കോളൂ, നിങ്ങളെ വീഴ്ത്താൻ ഒരു ലോകത്തിനും സാധ്യല്ല എന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭട്ടതിരിപ്പാട് ഉറക്കം വിളിച്ചു പറയുന്നത്, ശ്രീകൃഷ്ണ തൊൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യൽ താവൽ ത്വൽ പ്രണീതാനികഭജനവേദീൻ ആസ്ഥിതോ യോഗമാർഗൈ താവന്നപ്യാവൃതാക്ഷസ്കലതി നകുഗതിൽ ദേവദേവാഖിലാത്മൻ. ഇതാണ് ഭട്ടതിരിപ്പാട് നമ്മളോട്. ശ്രീകൃഷ്ണ തൊൽപദോപാസനം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവത് ഭക്തി ദൃഢമായി ആ ഭഗവത് പാദത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ലോകം നമ്മളെ വീഴ്ത്തിയാലും ഒരിക്കലും നമ്മളെ പതറിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ബല ഇപ്പോ നമുക്കുണ്ട്, ഏതുകൂടി വേണം? അതിബലം കൂടി വേണം. അല്ലാതെ വിശപ്പും ദാഹവും തീർക്കുന്നതായിട്ട് അങ്ങനെയുള്ള ഒരു മന്ത്രങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ആ തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി പിന്നെ ജീവിതത്തിൽ വെള്ളയെ കുടിച്ചിട്ടുണ്ടാവരുത്. കാരണം ഇന്നും ഈ മന്ത്രം ചൊല്ലിയാൽ മതിയല്ലോ. ശ്രീരാമസ്വാമിക്കും വിശപ്പുണ്ട്, ശ്രീരാമസ്വാമിക്കും ദാഹമുണ്ട്, ഇല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്കൊന്നും നമ്മൾ ഒരു കേവലം കഥയിലേക്ക് നമ്മൾ പോകരുത്. അതിൻ്റെയൊക്കെ പിന്നിൽ സൂക്ഷ്മമായിട്ടുള്ള കഥാതത്വങ്ങളെ കണ്ടെത്തിക്കൊള്ളെന്ന് പറയണം. അതിനുശേഷം താടകാവധത്തിലാണ് നമ്മൾ എത്തിയത്. താടക എന്ന് പറഞ്ഞാൽ അമിതമായ ആസക്തിയുടെ പ്രതീകമാണ് ആര്? താടക എന്ന് പറയുന്നത്. ആ ആസക്തികളാണ് നമ്മളെ ഓരോരുത്തരെയും നശിപ്പിക്കുന്നത്. അപ്പൊ ആസക്തികളെയൊക്കെ നമ്മളൊരു തടവയ്ക്കണം. കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാറുണ്ട്. നിങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുള്ളപ്പോഴോ നിങ്ങൾ എവിടെയെങ്കിലും വിരുന്നു പോവുക എന്ന് വിചാരിക്കുക, ആരുടെങ്കിലും വീട്ടിൽ. അവിടെ പോകുന്ന സമയത്ത് അവിടെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ കുട്ടികൾ ആദ്യം മുൻകൂർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, എന്ത്? ആർത്തി കാണിക്കരുത്, വാരി
ഒന്നും എടുത്ത് കഴിക്കരുത്, ഡീസൻസി കാണിക്കണം, അമ്മയെ നാണം കെടുത്തരുത്, ചീത്ത പേരുണ്ടാക്കരുത്, മര്യാദയ്ക്ക് ഒക്കെ കാണിച്ചോളാം ഇല്ലേ? പറഞ്ഞു കൊടുക്കാറില്ലേ? കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. എവിടെ അവിടെ എത്തിയ കണക്ക് അവനതൊക്കെ കൂടി കാണുമ്പോഴേക്കും ഓരോന്ന് വാരി. ഒരമ്മ പറഞ്ഞു കൊടുത്തു, അപ്പോ അമ്മയുടെ പേര് നാണക്കേടുണ്ടാക്കരുതേ, കണ്ടതൊന്നും ആർത്തിയോടുകൂടി വാരി എടുക്കരുത്, കൊതി കാണിക്കരുത് ഒക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ കൊണ്ടുപോയിട്ട് അവർ കണ്ടാൽ മോശമാണേ, നമ്മുടെ പേരൊക്കെ മോശമാവും എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവനെന്ത് വെച്ചാൽ ഈ മൈസൂർ പാക്കും അതുപോലെ തന്നെ എല്ലാ പാക്കും എടുത്തിട്ട് പാന്റിന്റെ പോക്കറ്റിലിട്ടു. അമ്മ പറഞ്ഞു, എന്താ അപ്പൂ നീ കാണിക്കരുതെന്ന് പറഞ്ഞു. എനിക്കല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന്, ഇതിലപ്പുറം കൊടുക്കാണ്ടോ അമ്മയ്ക്ക്? അമ്മ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, ഇനി ഇതിലപ്പുറം നാണം കെടുത്താണ്ടോ പേര്? അതുകൊണ്ട് നമ്മള് ആസക്തി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം സമയാസമയത്ത് വരും. അതുകൊണ്ട് വിവേകത്തോടുകൂടി വേണം ആസക്തികളെ നിയന്ത്രിക്കാൻ. അതുകൊണ്ട് താടകയെ ആരെക്കൊണ്ട് കൊല്ലിക്കണം? രാമനെക്കൊണ്ട്. ഈശ്വര പ്രേമത്തിലൂടെ മാത്രമേ ഭൗതിക ആസക്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വെറുതെ നമ്മൾ ഡോണ്ട് ഡു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളു കുടിക്കുന്നവനോട് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഈശ്വര ഭക്തി വരുംതോറും അവന് സ്വയം മനസ്സിലാവും, ഞാൻ നല്ല മാർഗത്തിലേക്ക് ചരിക്കേണ്ടവരാണ്. അതിന് പകരം ബോധവൽക്കരണമല്ല വേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണത്. കള്ളു കുടിക്കുന്നവർക്ക് വേണ്ടി ബോധവൽക്കരണം, സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടി ബോധവൽക്കരണം, എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം. ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതൊന്നും കാര്യമില്ല. ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവന്റെ മനസ്സിനെ എങ്ങോട്ട് തിരിക്കണം? ഭക്തിയിലേക്ക് തിരിക്കുകയാണെങ്കിൽ ബോധവൽക്കരിക്കേണ്ട ബോധോദയം ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും ഞാൻ ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. ബോധവൽക്കരണത്തെക്കാൾ വേണ്ടത് ബോധോദയങ്ങളാണ്. ശ്രീബുദ്ധൻ ബോധോദയം ഉണ്ടാക്കി കൊടുത്തവനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു അത്രേ ഒരമ്മ മരിച്ച കുഞ്ഞിന്റെ ശവവുമായിട്ട്. അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു, ശ്രീബുദ്ധൻ വിചാരിച്ചാൽ തന്റെ മരിച്ച കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുന്നു. ആ ഗുരുവിന്റെ പാതാരവിന്ദത്തിൽ കുഞ്ഞിനെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, പ്രഭു, അവിടുന്ന് ഗുരുവാണ്, എത്രയോ സിദ്ധിയും ശക്തിയുമുള്ളവനാണ്, എന്റെ കുഞ്ഞ് മരിച്ചുപോയി, ഭർത്താവും നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല, അവിടുന്ന് ഈ കുഞ്ഞിന് ജന്മം തരണമെന്ന്. ആ സ്ത്രീയുടെ പ്രത്യാശയുടെ മുന്നിൽ ശ്രീബുദ്ധ ഭഗവാൻ അസാധ്യമെന്ന് പറഞ്ഞില്ല. ബുദ്ധൻ പറഞ്ഞു, ദേവി, ഈ കുഞ്ഞിന് ഞാൻ ജന്മം തരാലോ, പക്ഷേ ചെറിയൊരു സഹായം എനിക്ക് ചെയ്യണം. ചില മന്ത്രങ്ങൾ ജപിക്കേണ്ടത് കടുക് വെച്ചിട്ടായിരിക്കണം. ദേവി കുറച്ച് കടുക് മണി സംഘടിപ്പിച്ചു തരുമോ എന്ന്. ആ സ്ത്രീക്ക് വളരെ സന്തോഷമായി. കാരണം കടുക് കിട്ടാൻ പ്രയാസമില്ല, ആ നാട്ടിൽ കടുക് കൃഷിയുള്ള നാടാണ്. ശ്രീബുദ്ധൻ ഒന്നുകൂടി ചേർത്തു, കടുക് വാങ്ങിക്കേണ്ടത് ഒരിക്കലും മരണം നടക്കാത്ത വീട്ടിൽ നിന്നായിരിക്കണേന്ന്. ആ സ്ത്രീ അത്ര വിചാരിച്ചില്ല അതത്ര പ്രയാസകരമായിരിക്കുന്നു. ഓരോ വീടുകളിൽ ചെന്ന് വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു, കടുക് തരുമോ, കടുക് തരുമോ എന്ന്. അവര് പറഞ്ഞു, തരാലോ, എന്താ വിഷമം? പിന്നീട് ചോദിച്ചു, ഈ വീട്ടിൽ വല്ലവരും മരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് മരണത്തിന്റെ പട്ടികകൾ ഓരോരുത്തരും പറയുന്നത്. കുറെ വീടുകൾ കടന്നുപോയപ്പോ അവർക്ക് മനസ്സിലായി മരണം നടക്കാത്ത വീടുകൾ ഇല്ല എന്ന്. ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്കും അങ്ങയെപ്പോലെ ബുദ്ധനാവണം, എന്നെ അവിടുത്തെ ശിഷ്യയായിട്ട് സ്വീകരിക്കണമെന്ന്. ഇതാണ് ബോധോദയം എന്ന് പറഞ്ഞാൽ. അത് ബോധവൽക്കരണമല്ല, അത് ബോധോദയമാണ്. മനസ്സിലാവുണ്ടോ വ്യത്യാസം? ഇതൊക്കെ രാമായണത്തിന്റെ പ്രസക്തി അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വിവേകമുള്ള നിങ്ങളൊന്നും കുട്ടികളോട് ഡോണ്ട് എന്ന് പറയരുത്. അവർക്ക് സ്വയം മനസ്സിലാവണം വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റോങ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എങ്കിൽ അത് ബോധവൽക്കരണമാണ്. ബോധവൽക്കരണം കൊണ്ട് യാതൊരു കാര്യമില്ല. കുട്ടിക്കാലത്ത് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷേ ബോധവൽക്കരണത്തെക്കാൾ വേണ്ടത്
ബോധോദയമാണ്. ബോധോദയമുണ്ടാവണമെങ്കിൽ അവനവന് ബോധം വേണം, ഞാൻ എന്തിന് ധാർമ്മികനായി ജീവിക്കണം. ധാർമ്മികമായ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ടേ എനിക്ക് എങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ മനസ്സിനെ ഉണരാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ശക്തിയിലേക്ക് എന്റെ മനസ്സിനെ എനിക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സെനിക്ക് വേണം എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അതിനുശേഷം പിന്നെ താടകാവധമൊക്കെ കഴിഞ്ഞു. ഇനി സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ താടകാവധം കഴിഞ്ഞ് അന്ന് രാത്രി അവരവിടെ കൂടും. പിറ്റേ ദിവസം രാവിലെ വിശ്വാമിത്ര മഹർഷി നോക്കുമ്പോൾ ശ്രീരാമസ്വാമിക്ക് കടന്നുറങ്ങുക. താടകാവധമൊക്കെ കഴിഞ്ഞാണല്ലോ. കുട്ടികളെ രണ്ടുപേരെയും വിളിച്ചുണർത്തുന്നൊരു രംഗമുണ്ട്. കുട്ടികൾ കിടന്നുറങ്ങുകയാണ്. ഇപ്പൊ രാവിലെ തന്നെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമസ്വാമിയെ തൊട്ടുണർത്തുകയാണ്. പതുക്കെ തലോടിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട് പറയുന്നു, രാമാ എണീക്കൂ. എങ്ങനെയാ പറയുന്നത്? ഞാനും നിങ്ങളും പറയുന്നത് പോലെയല്ല. നമ്മൾ ആദ്യം എങ്ങനെയാ വിളിക്കുക? കുട്ടാ എണീക്കൂ. അത് കഴിഞ്ഞാൽ മുട്ടാ എണീക്കൂ. കുട്ടൻ പിന്നെ മുട്ടനായി. ഇവിടെ ആ സത്യം നിന്നോടല്ലടാ പറഞ്ഞെണീക്കാൻ എന്ന് പറഞ്ഞ് പിന്നെ മൃഗങ്ങളുടെ പേരൊക്കെ വരാൻ തുടങ്ങി. ആദ്യത്തതൊക്കെ നന്നാവും, പിന്നെ മോശമാവും. ഇവിടെ വിശ്വാമിത്ര മഹർഷി കുട്ടികളെ ഉണർത്തുന്നത് അതൊരത്ഭുതം തന്നെയാണ്. പറയുന്നു, കൗസല്യാ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്നിതം ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഇത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ ഉണർത്തുകയാണ്. എന്താ പറയുന്നത് അറിയോ? കൗസല്യാ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ. ഹേ കൗസല്യയുടെ ശ്രേഷ്ഠനായ പുത്ര എന്നാ പറയുന്നത്. നോക്കണേ, ആരുടെ പുത്ര എന്ന് പറഞ്ഞില്ല? ദശരഥന്റെ പുത്ര എന്ന് പറഞ്ഞില്ല. അപ്പൊ കൗസല്യയുടെ ശ്രേഷ്ഠനായ പുത്രൻ എന്ന് പറയുമ്പോ ഉണ്ണി, ആ ശ്രേഷ്ഠയായ അമ്മ ശ്രീരാമസ്വാമിക്ക് കുട്ടിക്കാലത്ത് കാണിച്ചു കൊടുത്തൊരു ജീവിത സംസ്കാരം ഉണ്ടാവും. അതിനെ ഓർത്തുകൊണ്ടാണ് കൗസല്യയുടെ ശ്രേഷ്ഠനായ പുത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടല്ലോ പുത്രന്മാർക്ക് എപ്പോഴും, കുട്ടികൾക്ക് എപ്പോഴും അച്ഛനേക്കാൾ ആദരവ്, സ്നേഹമൊക്കെ ആരോടായിരിക്കണം? അമ്മയോടായിരിക്കണം. ആ ആദരവ് നിലനിർത്തേണ്ടത് അമ്മമാരാണ്. അതുകൊണ്ട് ഒരമ്മയുടെ കർത്തവ്യം എന്താന്ന് വെച്ചാൽ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എണീറ്റിരിക്കണം അമ്മ. ഇന്ന് നമ്മൾ നേരെ വിപരീത കാണുന്നത്. ആദ്യം മോനെ പിടിച്ച് എണീപ്പിക്കും, അവിടെ നിന്ന് വായിച്ചടാന്ന് പറയും. എന്നിട്ടോ അമ്മ എന്നിട്ട് ചില വീട്ടിൽ അച്ഛൻ എണീറ്റിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് എണീറ്റ് വരാൻ. അങ്ങനെയുള്ള വീടും ഉണ്ട്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഇനി അതിലും വലിയൊരു കാഴ്ച ഉണ്ട്. രാവിലെ തന്നെ അമ്മയെ കാണുന്നത് പ്രേതകഥകളിലൊക്കെ ഉള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. ആകെ ഒരു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുന്ന കുട്ടിക്ക് അമ്മയോട് എന്താ ആദരവാ വരിക? കുട്ടിക്ക് അപ്പൊ ഓർമ്മ വരിക, ഓ ഒരു യക്ഷി എണീറ്റ് വരുന്നുണ്ട് എന്ന്. ഒരു യക്ഷിയെ പോലെ. തമാശയില്ല, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല. അതിനൊക്കെ ഒരു ഐശ്വര്യമുണ്ട് എന്ന് പറയാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഒരു വിളക്കൊക്കെ കൊളുത്തി നല്ല വസ്ത്രം കൊടുക്കുമ്പോണ്ടല്ലോ കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷമാണ്. വീട്ടിലെ ലക്ഷ്മി ആവുന്നത് അമ്മ അപ്പോഴാണ്. അല്ലാതെ ആ മുഖംമൂടി എല്ലാം കൂടി ധരിച്ച് കുട്ടികൾക്ക് അമ്മയോട് ആദരവ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. ഭാരതം എന്ന് പറയുന്നത് അച്ഛനേക്കാൾ കൂടുതൽ ആദരിച്ചത് അമ്മയാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആദരവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അമ്മമാർക്ക്. കാരണം, അതിന് പ്രധാന കാരണം അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജീവിതം അമ്മമാര് നയിക്കുന്നില്ല. മനസ്സിലായില്ലേ? പണ്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു ഐശ്വര്യതായിരുന്നു. അവർ രാവിലെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് രാവിലെ കുളി എന്ന് പറയുന്നത് ഇല്ല. രാവിലെ നേരത്തെ കുളിച്ച് ഒരു ഐശ്വര്യത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ പരിശീലിക്കണം. മനസ്സിലായില്ലേ? ഇന്നത്തെ അമ്മ കുട്ടികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് തോന്നില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ്. കുറെയൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടുപഠിക്കുന്നുണ്ട് പറയാന്. ഇപ്പൊ ടി വിയിലൂടെ പല സംസ്കാരങ്ങളും നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കുന്നുണ്ട്. ഏതൊരു വീട്ടിൽ ചെന്നപ്പോ ആ അമ്മ
മകനോട് പറഞ്ഞു കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. അവനെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടാ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമെന്ന്. ഉടനെ അവൻ പറയണ പള്ളി പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ കുട്ടികൾ പഠിക്കുന്നത് ടി വി സംസ്കാരത്തിലൂടെയാണ്. പല കോമഡികളും മറ്റൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ ടി വിയിലൂടെ പലതും കണ്ടും കേട്ടും പഠിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കാൻ പറ്റില്ലേ? അപ്പൊ അതിനുള്ള സാഹചര്യം ആരൊരുക്കി വെക്കണം? അമ്മ ഒരുക്കി വെക്കണം. അച്ഛന്റെ കാര്യം പോക്കാം. കാരണം അങ്ങോട്ട് എണീറ്റായി, അയാൾ എണീറ്റിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള. കുട്ടികൾക്ക് അച്ഛനേക്കാളും കൂടുതൽ ആദരവ് അമ്മമാരോടായിരിക്കണം. അങ്ങനെ ഒരു അച്ഛൻ വീട്ടിലുണ്ടെങ്കിലല്ലോ ആ അച്ഛനെയും കുട്ടികൾ ആദരിച്ചിരിക്കുന്നു പറയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എപ്പോഴാണ് ആദരിക്കുന്നതെന്ന്. നമ്മൾ ആചരിക്കുമ്പോഴാണ് ആദരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ രാവിലെ ആരും പറയാതെ തന്നെ നമ്മൾ എണീക്കണം. എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുളിച്ചിരിക്കണം. കുളിച്ച് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എണീറ്റ് വരുമ്പോ നമ്മളെ കാണുമ്പോ അവർക്ക് രാവിലെ തന്നെ ഐശ്വര്യം അവർക്ക് തോന്നുന്നു പറയാണ്. നിങ്ങൾ കുളിച്ചിട്ടാണ് മറ്റൊരാളെ വിളിക്കുന്നതെങ്കിൽ അവര് നിങ്ങളെ കുളിച്ച ഭാവത്തിൽ കാണുമ്പോഴുണ്ടല്ലോ അവർക്കും വേഗം ചെന്ന് കുളിക്കാനാണ് തോന്നുന്നത്. നേരെ മറിച്ച് ആ മൂടുപടത്തിലാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ അവർക്കും വേറൊരു മൂടുപടം മേലെടുത്തിടാനാ തോന്നുന്നത്. സോഫയിൽ എവിടെയെങ്കിലും പോയിരുന്ന് അല്ലേ? എത്ര വ്യത്യാസമുണ്ട് നോക്കൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുക. അവിടെ ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ കുളത്തിലേക്ക് പോകുന്നതും കുളത്തിൽ നിന്ന് കുളിച്ചു വരുന്നതും കാണുമ്പോ നമ്മുടെ മനസ്സും അറിയാതെ അങ്ങോട്ട് കുളത്തിലേക്ക് പോകാൻ തോന്നും, കുളിച്ചു വരാൻ തോന്നും നമുക്ക്. അതൊരു സൈക്കോളജിക്കലാണ്. കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ LKG പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കുള്ളൊരു വിഷമമുണ്ട്. UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഒരു കുട്ടി ഇങ്ങനെ കാണിച്ചാൽ ഒരുത്തം പോയാൽ മതി, പിന്നെ ഓരോരുത്തരും പോവാൻ തുടങ്ങി. അപ്പൊ അതാണ് ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് സഹജമാണ്. ഒരാള് കുളിച്ച് ശുദ്ധമായി കണ്ടു കഴിഞ്ഞാൽ നമുക്കും കുളിച്ച് ശുദ്ധമാവാൻ തുടങ്ങും. അപ്പൊ ഈ കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കണം. കൗസല്യ സുപ്രജാരാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ. അവിടെ കൗസല്യ എന്നുള്ള പേരിന് പകരം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ചേർത്തി വെക്കുക. എന്നിട്ട് പറയാ ശ്രേഷ്ഠനായ അമ്മയുടെ പുത്രനാണ് നീ, എണീക്കുവോ എന്ന്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയുന്നത് നിങ്ങൾ ഭാവന ചെയ്തു നോക്കൂ. എന്താ പറയേണ്ടത്? എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞാനത്രയൊന്നും ശ്രേഷ്ഠനല്ലല്ലോ സ്വാമി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്നും ഈ ഭാവന ചെയ്തു നോക്കൂ. ശ്രേഷ്ഠയായ ഒരമ്മയുടെ പുത്രനല്ലേ നീ, കുട്ടാ എണീക്കൂ എന്ന് പറയുമ്പോ അതിൽ നമുക്കൊരു അഭിമാനമില്ലേ? ഒരു സന്തോഷമില്ലേ? നമ്മളോട് തന്നെ നമുക്കൊരു ആദരവില്ലേ? ഇത് പറയണമെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ രാമായണം എന്തിനാ കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ രാമനിലേക്ക് ഉയർത്തേണ്ടത്. ഇപ്പൊ ശ്രീരാമസ്വാമി അവതാരമൂർത്തിയായിട്ട് പോലും ഒരു ജീവിത ചിട്ട ആര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു? വിശ്വാമിത്ര മഹർഷി. കൗസല്യ സുപ്രജാരാമ പൂർവാ സന്ധ്യാപ്രവർത്തത. ഇതാ സൂര്യൻ ഉദിക്കാൻ പോകുന്നു, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കൂ എന്നാണ്. നിങ്ങളൊക്കെ രാവിലെ എണീക്കുന്നവരാണല്ലോ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കഴിയുന്നതും എപ്പോഴെണീക്കണം? സൂര്യൻ ഉദിച്ച് 8-8:30 എപ്പോഴെണീക്കണം? സൂര്യോദയത്തിന് മുമ്പ് എണീറ്റിരിക്കണം. അതിന് നേരത്തെ കിടന്നുറങ്ങണം. ഇന്ന് നമ്മുടെ കുട്ടികളുടെയൊക്കെ ജീവിതത്തിന്റെ താളം നമ്മൾ തെറ്റിച്ചു. നോക്കൂ, ഇന്ന് വലിയ രോഗങ്ങളൊക്കെ വരാൻ കാരണം എന്താണെന്നറിയോ? പല ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങൾ കൂടി വരാൻ കാരണം ശനിയാഴ്ച വരെ, ചിലർക്ക് വെള്ളിയാഴ്ച വരെ ഒരു ജീവിത രീതിയും ഞായറാഴ്ച വേറൊരു ജീവിത രീതി. വെള്ളിയാഴ്ച വരെ വർക്ക് ചെയ്യണം, പഠിക്കണം, അപ്പൊ രാവിലെ എണീറ്റ് പോകണം. ഞായറാഴ്ച എവിടെയും പോകേണ്ടതില്ല. അതുകൊണ്ട് കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യാപ്രവർത്തനമല്ല, വൈകുന്നേരത്തെ സന്ധ്യാപ്രവർത്തത, മധ്യാഹ്ന സന്ധ്യ അല്ലെങ്കിൽ സായാഹ്ന സന്ധ്യാപ്രവർത്തത ഉത്തിഷ്ഠ എന്ന് പറയേണ്ടിയിരിക്കണു പ്രിയാണ്. ശരിയാണോ? ഒരു ഡിസിപ്ലിൻഡ് ലൈഫില്ലെങ്കിൽ എളുപ്പം രോഗങ്ങൾ വരും എന്നാണ്. ഇന്നിപ്പോ ഡോക്ടർമാർ പോലും സമ്മതിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കണമെങ്കിൽ നമ്മളിലൊരു ഡിസിപ്ലിൻ ലൈഫ് കൂടിയേ സാധിക്കൂ. പ്രത്യേകിച്ചുണ്ടല്ലോ ബ്രാഹ്മ മുഹൂർത്തത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ സമയത്താണത്രേ നമ്മുടെ ശരീരത്തില്
പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത് എന്നാണ്.